കഴിയുക. ഞാൻ അവർക്കൊരു ജീവിതമാർഗം നൽകുന്നു, ഇല്ലെങ്കിൽ അവർ പട്ടിണി കിടന്നേനെ. ഇതാണ് ബംഗാളിയായ കോൺട്രാക്ടർ പറയുന്നത്. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു വാർത്തയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ലോകത്തിലെ കൊക്കോയിൽ 40% ഉൽപ്പാദിപ്പിക്കുന്ന ഐവറി കോസ്റ്റിലെ തോട്ടങ്ങളിൽ കഠിനമായി പണികൾ ചെയ്യുന്നത് വിലയ്ക്ക് വാങ്ങപ്പെട്ട അടിമകളായ കുട്ടികളാണ്. ഭൂരിഭാഗവും 12നും 16നും ഇടയ്ക്കുള്ളവർ. 9 വയസ്സുകാരുമുണ്ട്. അടിയും കുത്തുമേറ്റ് മാടുകളെ പോലെ അവർ പണിയുന്നു, ഭാഗ്യവാന്മാരായ നമുക്ക് ചോക്ലേറ്റ് നൽകുവാൻ. നാം അനുദിനം ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ, ചോക്ലേറ്റുകൾ തുടങ്ങിയവയ്ക്ക് പിന്നിൽ എത്രയെത്ര പാവങ്ങളുടെ വിയർപ്പും കണ്ണീരുമാണുള്ളതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അടിമകൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെളുത്ത വർഗ്ഗക്കാർ നടത്തിയ മനുഷ്യ കച്ചവടമാണ്. മനുഷ്യനെ വാങ്ങിയും വിറ്റും ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് കയറ്റി അയച്ച് നടത്തിയ ആ കച്ചവടം 1800ന്റെ ആരംഭത്തിൽ നിയമം കൊണ്ട് നിരോധിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. ചരിത്രത്തിന്റെ ഒരു ഭാഗമെന്ന് കരുതി തള്ളിക്കളഞ്ഞിരിക്കുന്ന ആ അടിമ കച്ചവടം പ്രിയപ്പെട്ടവരെ ഇന്നും നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. കോടിക്കണക്കിന് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടിമകളായിട്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്നത്. അവരുടെ മേൽ നടത്തുന്ന ചൂഷണത്തെ അടിമത്തം എന്നല്ല മിക്കപ്പോഴും വിളിക്കപ്പെടുന്നതെങ്കിലും അവരുടെ ജീവിതം അടിമകളുടേതിന് തുല്യമാണ്. ചരക്കുകൾ പോലെ അവർ വിൽക്കപ്പെടുന്നു. ശമ്പളമില്ലാതെയോ തുച്ഛമായ നാമമാത്രമായ ശമ്പളത്തിനോ കഠിനമായ ജോലികൾ ചെയ്യുവാൻ അവർ നിർബന്ധിതരാകുന്നു. അവരുടെ യജമാനന്മാരുടെ കരങ്ങൾക്ക് പുറത്താണ് അവരുടെ ജീവൻ തന്നെ നിലനിൽക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഘടകമായ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് 12 മില്യണിലധികം അടിമജോലിക്കാരുണ്ട്. എന്നാൽ 27 മില്യണിലധികം അടിമകൾ ലോകത്തിലുണ്ട്. ലോക ചരിത്രത്തിൽ ഒരു കാലത്തും ഇത്രയേറെ അടിമകൾ ഉണ്ടായിട്ടില്ല. ആ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നവയാണെന്ന് ഫ്രീ ദ സ്ലേവ്സ് എന്ന പ്രസ്ഥാനത്തിന്റെ മുൻ ഡയറക്ടറായ മിസ് ജോലിൻ സ്മിത്ത് പറയുന്നു. നിർബന്ധിത ജോലിയുടെ അന്യായവും ചൈന, ഇന്ത്യ തുടങ്ങിയ ജനപരമുള്ള രാജ്യങ്ങളിൽ കേസുകൾ തെളിയിക്കുവാനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുക്കുമ്പോൾ ശരിയായ എണ്ണം നിശ്ചയിക്കപ്പെടുക അസാധ്യമാണ്. എണ്ണം എന്തായാലും അവർ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് വസ്തുത. പണ്ട് കാലത്ത് 10 മില്യണോളം കറുത്ത വർഗ്ഗക്കാരെ യൂറോപ്യൻ കപ്പലുകളിൽ കയറ്റി അടിമ വേലയ്ക്കായി അയച്ച കഥ നമുക്കറിയാം. എന്നാൽ ആധുനിക അടിമകൾ അതിന് നിർബന്ധിതരാകുമ്പോൾ അവർ പലപ്പോഴും സ്വന്തം രാജ്യം വിടുന്നേയില്ല. അഥവാ വിടേണ്ടി വന്നാൽ പോലും അത് വിമാനത്തിലോ ട്രെയിനിലോ മറ്റു വാഹനങ്ങളിലോ ഒക്കെ ആയിരിക്കും. അതിലുപരി അംഗീകരിക്കപ്പെട്ട വർക്ക് വിസകളും അവരുടെ പക്കലുണ്ടാവും. ഇനി എന്താണ് ആധുനിക അടിമത്തം എന്ന് നോക്കാം. അടിമത്വം എന്നത് ആധുനിക യുഗത്തിൽ പലവിധ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനമാണ്. ഇതിൽ പുരാതന കാലം മുതലുള്ള അടിമ കച്ചവടത്തിന് പുറമെ കുട്ടികളെ വിൽക്കൽ വാങ്ങൽ നടത്തുക, ചൈൽഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ, ചൈൽഡ് പോർണോഗ്രഫി, കുട്ടികളെ ജോലിക്കായി ഉപയോഗിച്ച് ചൂഷണം ചെയ്യുക, പെൺകുട്ടികളെ സർക്കംസിഷൻ നടത്തുക, കുട്ടികളെ പട്ടാളക്കാരാക്കുക, കടവഴി ഉണ്ടാകുന്ന അടിമത്വം, മനുഷ്യ അവയവങ്ങളുടെ വിൽക്കൽ, മനുഷ്യരെ കയറ്റി അയക്കുക എന്നതും സെക്സ് ലേബറിയും നിർബന്ധിത വിവാഹവും ഉൾപ്പെടുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഡെഫിനിഷൻ പ്രകാരം ഏതൊരു വ്യക്തിയുടേതെങ്കിലും ചലന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയോ തീരുമാനങ്ങൾ സ്വയം എടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ആ ആൾ അടിമ എന്ന സ്ഥാനത്തേക്ക് താഴ്ത്തപ്പെടുന്നു. മനുഷ്യരെ അധീനത്തിലാക്കി വയ്ക്കുന്ന ട്രഡീഷണൽ അടിമത്തം ഇപ്പോഴുമുണ്ട്. ഇന്ന് വ്യാപകമായിട്ടുള്ള മറ്റൊന്നാണ് കടബാധ്യതയിലൂടെ കടന്നു വരുന്ന അടിമത്തം. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്ന് കടമെടുക്കുന്നു. അത് പണമായി തന്നെ തിരിച്ചടയ്ക്കുവാൻ കഴിവില്ലാത്തത് കൊണ്ട് അതിനു പകരം പണം നൽകിയ ആളിനോ അയാളുടെ കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും വേണ്ടിയോ പണിയെടുക്കാമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. സാങ്കേതികമായി നോക്കുമ്പോൾ ഇതിൽ അന്യായമായി ഒന്നുമില്ല. പക്ഷേ ജോലിക്കാരൻ പ്രായപൂർത്തിയാകാത്ത ആളാകുമ്പോൾ, ജോലിയുടെ കഠിനതയും ദൈർഘ്യവും അതിരു കടക്കുമ്പോൾ, വേതനം അന്യായമായി താഴ്ന്ന നിരക്കിലാകുമ്പോൾ, കടത്തിന്റെ പലിശ നിരക്ക് കൂട്ടിയും മറ്റും താങ്ങാനാകാത്ത വിധം കടസംഖ്യ കുതിച്ചുയരുമ്പോൾ, ജോലി ചെയ്യുന്ന ആളുടെ യാതൊരു ഇഷ്ടാനിഷ്ടങ്ങളും മാനിക്കപ്പെടാതെ വരുമ്പോൾ അത് അടിമത്തത്തിലേക്കുള്ള വീഴ്ചയാണ്.
മറ്റൊരു തരം അടിമത്തത്തിൽ അകപ്പെടുന്നവർ പ്രധാനമായും വീട്ടുവേലക്കാരായും ലൈംഗിക ജോലിക്കാരായും വേല ചെയ്യുവാൻ നിർബന്ധിതരാക്കപ്പെടുന്ന സ്ത്രീകളും കുട്ടികളും കുടിയേറ്റ ജോലിക്കാരുമാണ്. നല്ല നല്ല ജോലികൾ വാഗ്ദാനം ചെയ്ത് പാവപ്പെട്ടവരായി ഇവരെ അന്യനാടുകളിലേക്കും മറ്റും കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇന്ന് അടിമ കച്ചവടക്കാർക്ക് ആളുകളെ തട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമില്ല. അവസരത്തിനുള്ള ഒരു വഴി ഒരുക്കി വെച്ചാൽ ആളുകൾ താനെ കടന്നുതരും. ഉദാഹരണമായി അമേരിക്കയിലെ മിക്ക അടിമകളും വോളണ്ടിയേഴ്സായാണ് തുടക്കം. ലോകത്തിലെ അടിമ കച്ചവടക്കാരൊക്കെ വളരെ സ്നേഹപൂർവമായ പെരുമാറ്റത്തിന്റെയും മോഹന വാഗ്ദാനങ്ങളുടെയും ഉടമകളാണ്. അവർക്ക് കിട്ടുവാൻ പോകുന്ന വലിയ ശമ്പളത്തിന്റെ മുന്നോടിയായി ഫാമിലിക്ക് സ്വല്പം അഡ്വാൻസ് കൊടുക്കാനും അവർ തയ്യാറായിരിക്കും. അതുകൂടി ആകുമ്പോൾ കൂടെ പോകുവാനും കൂടെ വിടാനുമുള്ള തീരുമാനമെടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. എന്നാൽ ഒരിക്കൽ ആ പൈപ്പ് ലൈനിൽ കയറി കഴിഞ്ഞാൽ ചെന്നിറങ്ങുന്നത് അടിമത്തത്തിലും. പൈപ്പ് ലൈനിൽ കയറി കഴിഞ്ഞാൽ ഉടൻ അവരുടെ കയ്യിൽ നിന്ന് രേഖകളെല്ലാം ഏജന്റുമാർ കൈവശത്തിലാക്കുന്നു, സൂക്ഷിച്ചു വയ്ക്കാനെന്ന വ്യാജേന. ഇടക്കാല വസതിയിൽ അടച്ചുപൂട്ടിയിടുന്നത് അവരുടെ സുരക്ഷിതത്വത്തിന് എന്ന വ്യാജേന. അധികം താമസിയാതെ ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുന്നു, കഴിയുന്നതും ഉറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. ഏതാനും ദിവസത്തെ പട്ടിണിയും ഉറക്കമില്ലായ്മയും ഏകാന്തതയും കൂടി ആകുമ്പോൾ മനസ്സിന്റെ ശക്തി നഷ്ടപ്പെടുന്ന അവരെ പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ കിട്ടാൻ പോകുന്ന ജോലിയെയും ശമ്പളത്തെയും പറ്റി നിരന്തരം ഓർമ്മിപ്പിച്ച് ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. തങ്ങൾ അടിമകളായിക്കൊണ്ടിരിക്കുകയാണെന്ന ബോധം ഇപ്പോഴും അവർക്കില്ല. പക്ഷേ ഒരിക്കൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ, വീട്ടുകാരിൽ നിന്നും വിദൂരത്തിലായി കഴിഞ്ഞാൽ, ഐഡന്റിറ്റി രേഖകളെല്ലാം നഷ്ടപ്പെട്ട് അവിടുത്തെ ഭാഷ മനസ്സിലാക്കാനാകാതെ വിശന്ന് തളർന്ന് സ്ഥലകാലബോധം നഷ്ടപ്പെട്ട് ഭീഷണിക്ക് വശബദ്ധരാകുമ്പോൾ സാവധാനം സുബോധം കൈവരുന്നു. എന്നാൽ അപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു എന്ന് വരാം. പിന്നെ ആത്മഹത്യയിലേക്കാണ് പലരും നീങ്ങുക. മില്യൺ കണക്കിന് ആളുകൾ ഭൂലോകത്തിന്റെ നാനാഭാഗത്തും കൃഷിസ്ഥലങ്ങളിലും വ്യവസായശാലകളിലും ഇതേപോലുള്ള ദുരവസ്ഥയിൽ ജീവിക്കുന്നുണ്ട്. ഇവരിൽ അധികം സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആൾക്കാരാണ്. അവരിൽ ചിലരെ തീറെഴുതി കൊടുത്താണ് കടമെടുക്കുന്നതെങ്കിൽ മറ്റു ചിലർ ജനിക്കുന്നത് തന്നെ ഈ കടത്തിലേക്കാണ്. ഇത്തരം ലക്ഷക്കണക്കിന് ആളുകൾ നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലുണ്ട്. അൺടച്ചബിൾസ്, ഗിരിവർഗക്കാർ, ആദിവാസികൾ, സ്ത്രീകൾ, കുട്ടികൾ ഇവരൊക്കെയാണ് ഇക്കൂട്ടത്തിൽ പെടുന്നത്. ഇതെല്ലാം നമ്മൾ സ്വന്തം രാജ്യങ്ങളിൽ നിന്ന് നടക്കുന്ന അടിമത്തമാണ്. കൃഷിസ്ഥലങ്ങളാണ് മറ്റൊരു പ്രധാന കേന്ദ്രം. അമേരിക്കയിലും മറ്റും ഗസ്റ്റ് വർക്കർ പ്രോഗ്രാം എന്നൊരു പരിപാടിയുണ്ട്. അനേകായിരങ്ങൾ ഒരു നല്ല ശമ്പളം മോഹിച്ച് കടന്നു ചെല്ലുന്നു. കെണിയിൽ അകപ്പെടുന്ന അവരിൽ രക്ഷപ്പെടാനാകുന്നവർ വളരെ ചുരുക്കം. സ്വർണ്ണ ഫാക്ടറികൾ, കാർപ്പറ്റ് ഇൻഡസ്ട്രി തുടങ്ങിയ പ്രിസിഷൻ ജോലി ചെയ്യുന്നിടത്ത് കുട്ടികൾക്കാണ് ഡിമാൻഡ്. അവരുടെ കുഞ്ഞിക്കരങ്ങളാണ് അത്തരം പണികൾക്ക് വിലപ്പെട്ടത്. തുച്ഛമായ ശമ്പളം കൊടുത്താൽ മതി, ദീർഘനേരം ജോലി ചെയ്യുകയും ചെയ്യാം. കുടിയേറ്റക്കാരിൽ തന്നെ ഏറ്റവും ചൂഷണം ചെയ്യപ്പെടുന്നത് സ്ത്രീകളാണ്. സ്ഥിരമായ ശമ്പളവും മാന്യമായ ജോലിയും വാഗ്ദാനം ചെയ്യപ്പെടുമ്പോൾ എന്തുമാത്രം കടമെടുത്താലും മറുനാട്ടിൽ ജോലിക്കായി പോകുവാൻ അവർ തയ്യാറാകുന്നു. അവിടെ എത്തിയാൽ കൃത്രിമ വ്യവസ്ഥിത പത്രങ്ങളിൽ ഒപ്പിടുവാൻ അവർ നിർബന്ധിതരാകുന്നു. ജോലി മാറാനോ മറ്റുള്ളവരുമായി സമ്പർക്കത്തിനോ ഉള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട നിയമപരമായ രേഖകളൊന്നും കയ്യിലില്ലാത്ത അവർ മാനസികമായി ശാരീരികമായി പീഡിപ്പിക്കപ്പെടുന്നു. ഗർഭിണിയായാൽ ഗർഭചിത്രത്തിന് നിർബന്ധിതരാക്കപ്പെടുന്നു. ഏഷ്യക്കാരും ഈസ്റ്റ് യൂറോപ്യൻ രാജ്യക്കാരുമാണ് പ്രധാനമായും ഈ ചതിയിലാക്കപ്പെടുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇതേ നാടകം തന്നെയാണ് നടക്കുന്നത്. അല്പസ്വല്പം വ്യത്യാസങ്ങളോടുകൂടിയാണെങ്കിലും ചിലപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നയാൾ കുടുംബത്തിലെ ഒരു സ്നേഹിതനാകാം. ചിലപ്പോൾ നാട് വിടുന്നതിന് മുമ്പേ തന്നെ പീഡനങ്ങൾ ആരംഭിക്കുന്നു. ചിലരെ ഇന്റർനാഷണൽ എയർപോർട്ടിലൂടെ നിയമപരമായി കടത്തിക്കൊണ്ടുപോകുമ്പോൾ മറ്റനവധി ആളുകളെ വാഹനങ്ങളിലും മറ്റും ഒളിപ്പിച്ചാൽ കടത്തുക. മാർഗം എന്തായാലും ഫലം ഒന്ന് തന്നെ. സുന്ദരമായ ഒരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് പുറപ്പെടുന്ന അവർ കൈവരിക്കുന്നതോ അടിമത്തവും.